നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവരെ നിങ്ങൾക്ക് നേരത്തെ അറിയാമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാണാപ്പൂരം പോലെ അറിയപ്പെടാത്ത ഏതോ ഒരു ബന്ധം നിങ്ങളുടെ ഹൃദയത്തെ അവരുടെ ആത്മാവുമായി ബന്ധിപ്പിക്കുന്നത് പോലെ. ഇതൊരു യാദൃച്ഛികത മാത്രമാണോ, അതോ കഴിഞ്ഞ ജന്മങ്ങളിലെ ഏതോ ആഴമേറിയ കഥ ഇന്നും നിങ്ങളുടെ ഈ ബന്ധത്തെ നെയ്തെടുക്കുകയാണോ? പരമഹംസ യോഗാനന്ദൻ ആത്മാവിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുകയും ലോകത്തിന് സ്നേഹത്തിന്റെയും ആത്മബോധത്തിന്റെയും പാത കാണിച്ചു തരികയും ചെയ്ത മഹാൻ. അദ്ദേഹം പറയുന്നു, ഭാര്യാഭർത്തൃബന്ധം ഈ ജന്മത്തിലേത് മാത്രമല്ല, മറിച്ച് ആത്മാവിന്റെ അനന്തമായ യാത്രയുടെ ഭാഗമാകാമെന്ന്. ഈ വീഡിയോയിൽ യോഗാനന്ദന്റെ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആഴമേറിയ ചോദ്യത്തിനുള്ള ഉത്തരം നാം തിരയും. ഭാര്യാഭർത്തൃബന്ധം കഴിഞ്ഞ ജന്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ സ്നേഹത്തോടും ധാരണയോടും ലക്ഷ്യത്തോടും കൂടി ജീവിക്കാൻ എങ്ങനെ പ്രചോദനം നൽകും? പരമഹംസ യോഗാനന്ദൻ പറയുന്നു, നമ്മുടെ യഥാർത്ഥ ബന്ധം ശരീരത്തോടല്ല, ആത്മാവോടാണ്. ആത്മാവിന്റെ ബന്ധം സമയത്തിന് അതീതമാണ്. ഒരു ആത്മാവ് വീണ്ടും വീണ്ടും ജനിക്കുമ്പോൾ അത് തനിച്ചല്ല വരുന്നത്. അത് തന്നോടൊപ്പം സ്മരണകൾ കൊണ്ടുവരുന്നു, സംവേദനങ്ങൾ കൊണ്ടുവരുന്നു, ഏറ്റവും പ്രധാനമായി അപൂർണമായ ബന്ധങ്ങൾ കൊണ്ടുവരുന്നു. ചില ഭാര്യാഭർത്താക്കന്മാർ വെറും ജീവിത പങ്കാളികളല്ലെന്ന് യോഗാനന്ദൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അവർ ആത്മമിത്രങ്ങൾ, സോൾമേറ്റ്സ് ആണ്. അവർ പുനർജന്മങ്ങളിൽ പരസ്പരം തിരയുന്നു. ചിലപ്പോൾ പ്രണയമായി, ചിലപ്പോൾ സേവനമായി, ചിലപ്പോൾ ദുഃഖത്തിൽ കൂട്ടിനായി, ചിലപ്പോൾ സാധനയിൽ പങ്കാളിയായി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെട്ട അനുഭവമുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അല്ലെങ്കിൽ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ ഇവരെ അറിയുന്നു എന്ന് തോന്നിയ മറ്റാരെങ്കിലും. പക്ഷേ എപ്പോൾ, എവിടെ, എങ്ങനെ എന്ന് ഓർമ്മയില്ല. യോഗാനന്ദൻ ഇതിനെ ആത്മീയ സ്മൃതി എന്ന് വിളിക്കുന്നു. നമ്മുടെ ആത്മാവ് എല്ലാം ഓർക്കുന്നു, എന്നാൽ മനസ്സ് അത് മറന്നുപോകുന്നു. എന്നാൽ ആ ആത്മാവ് വീണ്ടും മുന്നിലെത്തുമ്പോൾ ഒരു കമ്പനമുണ്ടാകുന്നു, ഒരു മൗനമായ വിളി. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ തിരയുകയായിരുന്നു. ഇക്കാലത്ത് വിവാഹത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയായാണ് കണക്കാക്കുന്നത്. ചില നിയമപരമായ രേഖകൾ, ചില ആചാരങ്ങൾ, പിന്നെ ഒന്നിച്ചു ജീവിക്കുക. എന്നാൽ യോഗാനന്ദൻ വിവാഹത്തെ ഒരു ആത്മീയ കരാർ എന്നാണ് വിളിച്ചത്. അവിടെ രണ്ട് ആത്മാക്കൾ ഒന്നിച്ചു വരുന്നത് പഠിക്കാനും മാറാനും ഒടുവിൽ ദൈവത്തെ കണ്ടെത്താനുമാണ്. ഓരോ ബന്ധവും ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാൻ വരുന്നതാണ്. എന്നാൽ ഭാര്യാഭർത്തൃബന്ധം ആത്മാവിനെ ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്നു. ചിലപ്പോൾ ഈ ബന്ധം സ്നേഹത്തിന്റെ ഉന്നതികൾ കാണിച്ചു തരുന്നു, ചിലപ്പോൾ അഹങ്കാരത്തെ തകർക്കുന്നു, ചിലപ്പോൾ സഹനശീലത പഠിപ്പിക്കുന്നു, ചിലപ്പോൾ ആത്മസമർപ്പണവും. യോഗാനന്ദൻ പറഞ്ഞു, വിവാഹം ചിലപ്പോൾ ഒരു പുതിയ തുടക്കമല്ല, മറിച്ച് കഴിഞ്ഞ ജന്മത്തിലെ അപൂർണമായ ഒരു അധ്യായമാണ്. അത് ഈ ജന്മത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടാകാം, എന്നാൽ വിവാഹം നടന്നിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ ആരോടെങ്കിലും നിങ്ങളുടെ ആത്മാവിനുള്ള കടം ബാക്കിയുണ്ടാകാം. അങ്ങനെയെങ്കിൽ ഈ ജന്മം ആ അപൂർണമായ കടം വീട്ടാനുള്ള അവസരമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിവാഹത്തിൽ സംഘർഷങ്ങളുണ്ടാകുന്നത്. കാരണം ആത്മാക്കൾ ഏതോ പഴയ കണക്കുപുസ്തകവുമായാണ് വന്നിരിക്കുന്നത്. എന്നാൽ സംഘർഷങ്ങളാണ് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത്. യോഗാനന്ദന്റെ ഒരു ശിഷ്യയായിരുന്നു മീനൽ. അവരുടെ കഥ ആശ്രമത്തിൽ പ്രശസ്തമായിരുന്നു. മീനലിന്റെ വിവാഹം നടന്നപ്പോൾ മുതൽ അത് സംഘർഷഭരിതമായിരുന്നു. ഭർത്താവ് ദേഷ്യക്കാരനും കഠിനമനസ്കനുമായിരുന്നു. പക്ഷെ മീനൽ ഒരിക്കലും പരാതിപ്പെട്ടില്ല. ഒരു ദിവസം അവർ യോഗാനന്ദനോട് ചോദിച്ചു, ഗുരുദേവ, ഇതെന്റെ വിധിയായിരുന്നു. യോഗാനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ വിധിയല്ല, നിന്റെ വ്രതമാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഈ ആത്മാവിന് അടുത്ത ജന്മത്തിൽ സമാധാനം നൽകുമെന്ന് നീ വാക്ക് നൽകിയിരുന്നു. അദ്ദേഹം അത് മറന്നു, പക്ഷെ നിന്റെ ആത്മാവ് അത് ഓർക്കുന്നു. മീനൽ കരഞ്ഞുപോയി. എന്നാൽ അതിനുശേഷം അവർ തന്റെ ഭർത്താവിനെ പൂർണ്ണ ശ്രദ്ധയോടെ സ്വീകരിച്ചു. ഇതായിരുന്നു ആത്മാവിന്റെ സ്നേഹം, നിബന്ധനകളില്ലാത്ത, പ്രതീക്ഷകളില്ലാത്ത സ്നേഹം. ഈ ചോദ്യത്തിന് യോഗാനന്ദൻ ആഴമേറിയ ഉത്തരം നൽകി. എല്ലാ ഭാര്യാഭർത്താക്കന്മാരും ആത്മീയ ബന്ധത്താൽ ബന്ധിക്കപ്പെട്ടവരല്ല. ചിലപ്പോൾ ഇത് കേവലം മനസ്സിന്റെയോ ആകർഷണത്തിന്റെയോ ബന്ധം മാത്രമായിരിക്കാം. എന്നാൽ ആത്മാവ് ബന്ധിക്കപ്പെടുമ്പോൾ അതിൽ മൗനമുണ്ടാകും. പ്രകടനങ്ങളില്ല, ബഹളങ്ങളില്ല, വെറും ശാന്തി മാത്രം. നിങ്ങളുടെ ബന്ധം നിങ്ങളെ ഉള്ളിൽ നിന്ന് ശക്തനാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ ബന്ധം ശരീരത്തിന്റേതല്ല, ആത്മാവിന്റേതാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. എന്റെ ബന്ധം ആത്മാവുമായി ബന്ധപ്പെട്ടതാണോ? ഈ ബന്ധം എന്നെ ഉള്ളിൽ നിന്ന് വളർത്തിയോ? അതോ ഇത് സാമൂഹികവും ശാരീരികവുമായ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, കരുണ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രണയത്തിൽ ദൈവത്തിന്റെ ഒരു മിന്നലാട്ടം നൽകുന്നുണ്ടെങ്കിൽ, അതൊരു യാദൃച്ഛികതയല്ല. ഇത് കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആത്മാവിന്റെ യാത്രയാണോ? യോഗാനന്ദൻ പറയുന്നു, ഒരു ബന്ധം ആത്മീയമാണോ അല്ലയോ എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൗനമായി ഇരിക്കുക. ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക. എന്നിട്ട് ആ വ്യക്തിയുടെ സാന്നിധ്യം ഉള്ളിൽ അനുഭവിക്കുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നുണ്ടെങ്കിൽ
ആ ആത്മാവ് നിങ്ങളെ തുണയ്ക്കാൻ വന്നതാണ്. അസ്വസ്ഥതയാണ് തോന്നുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ ബന്ധം പഠിക്കാനായി വന്നതാണ്, കൂടെയുണ്ടാകാനല്ല. ധ്യാനമാണ് ആത്മാവ് തന്റെ പഴയ ബന്ധങ്ങളെ തിരിച്ചറിയുന്ന വാതിൽ. ഓരോ ഭർത്താവും ഭാര്യയും ഒന്നുകിൽ നിങ്ങളുടെ ആത്മാവിനോടൊപ്പം നടക്കുന്ന സഹയാത്രികനായിരിക്കും, അല്ലെങ്കിൽ ആത്മാവിന്റെ അധ്യാപകനായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ തകരാൻ വേണ്ടിയായിരിക്കാം നിങ്ങളെ അവർക്ക് ലഭിച്ചത്, അതിലൂടെ ഉള്ളിൽ പുതിയതെന്തെങ്കിലും രൂപപ്പെടാൻ. അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ എന്നോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം നൽകാനായിരിക്കാം അവർ വന്നത്. യോഗാനന്ദൻ പറഞ്ഞു, നിങ്ങൾ ദുഃഖമെന്ന് കരുതുന്നത് ആത്മാവിന്റെ വിദ്യാഭ്യാസമാണ്. അതിനാൽ നിങ്ങളുടെ ബന്ധം വെല്ലുവിളി നിറഞ്ഞതാണെങ്കിൽ നിൽക്കരുത്, ഓടിപ്പോകരുത്. പകരം ആ ആത്മാവിന്റെ സന്ദേശം കേൾക്കുക. നിങ്ങളുടെ പങ്കാളിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏതോ പഴയ വേദന നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? പറയാത്ത ഏതോ വാഗ്ദാനം, അപൂർണമായ ഏതോ വിളി. ആ ആത്മാവ് നിങ്ങളോടെന്തോ പറയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വാക്കുകളിലൂടെയല്ല, മൗനത്തിലൂടെ. ആത്മാവ് മൗനത്തെ മാത്രമേ മനസ്സിലാക്കൂ. അതിനാൽ നിങ്ങളുടെ ബന്ധത്തെ വെറുമൊരു ബന്ധമായി കാണരുത്, അതിനെ ഒരു സാധനയായി കരുതുക. ക്ഷേത്രത്തിൽ ധ്യാനിക്കുന്നതുപോലെ ഈ ബന്ധത്തെ ദൈവത്തിന്റെ സാന്നിധ്യമാക്കുക. യോഗാനന്ദൻ പറയുന്നു, ആത്മാക്കൾ കണ്ടുമുട്ടുമ്പോൾ അവർ സംസാരിക്കാറില്ല, അവർ വെറുതെ തിരിച്ചറിയുന്നു. ചില വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ വാക്കുകളുടെ ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. ഒരു നോട്ടം, ഒരു മൗനം, ഉള്ളിൽ എന്തോ ഉരുകിത്തീരുന്നു. ചിലർക്കൊപ്പം 10 വർഷം ചിലവഴിച്ചാലും ആത്മാക്കൾ തമ്മിൽ ബന്ധിക്കപ്പെടില്ല. എന്നാൽ ചില അപരിചിതർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉള്ളിന്റെ ഭാഗമായി മാറുന്നു. എന്തുകൊണ്ട്? കാരണം ആത്മാവിന്റെ തിരിച്ചറിയൽ തലച്ചോറിലൂടെയല്ല, ഊർജത്തിലൂടെയാണ്. ആ ഊർജം നേരത്തെ തന്നെ ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ ആ ബന്ധം വീണ്ടും ഉണരും. പലപ്പോഴും ആത്മാവ് വാഗ്ദാനം ചെയ്യുന്നു, അടുത്ത ജന്മത്തിൽ ഞാൻ വീണ്ടും വരും എന്ന്. അത് വരികയും ചെയ്യുന്നു. എന്നാൽ എല്ലാം പഴയതുപോലെ ആയിരിക്കില്ല. ശരീരങ്ങൾ മാറുന്നു, സമയം മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു. പക്ഷേ ആത്മാവിന്റെ വാഗ്ദാനം മാറ്റമില്ലാതെ തുടരുന്നു. അതുകൊണ്ടാണ് ചില ഭാര്യാഭർത്തൃബന്ധങ്ങൾ അങ്ങേയറ്റം വൈകാരികമാകുന്നത്. അവയിൽ യുക്തിയുണ്ടാകില്ല, സമർപ്പണം മാത്രമേ ഉണ്ടാകൂ. ചിലപ്പോൾ അത് പ്രണയമായി മാറും, ചിലപ്പോൾ ത്യാഗമായി മാറും, ചിലപ്പോൾ അത് പാലിക്കേണ്ട വാഗ്ദാനമായി നിലനിൽക്കും, മനസ്സ് സമ്മതിച്ചില്ലെങ്കിലും. മറ്റൊരു ആഴമേറിയ ചോദ്യമിതാണ്, ആത്മാവ് ബന്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ജീവിതത്തിൽ ഒന്നിച്ചു വരാൻ കഴിഞ്ഞില്ല? യോഗാനന്ദൻ പറയുന്നു, ഓരോ ആത്മാവിനും അവരവരുടെ കർമ്മപഥമുണ്ട്. വെറും ബന്ധം മാത്രം പോരാ. ചിലപ്പോൾ ആത്മാക്കളുടെ യാത്ര വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഒരാളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാകാം, പക്ഷേ ജീവിതവഴികൾ വേർപിരിയുന്നു. അതിന്റെ അർത്ഥം ആ പ്രണയം കള്ളമായിരുന്നു എന്നല്ല. ആ പ്രണയം ഒരു ആത്മീയ സാന്നിധ്യമായിരുന്നു. അത് നിങ്ങൾക്ക് എന്തോ നൽകി, എന്തോ പഠിപ്പിച്ചു, എന്നിട്ട് കടന്നുപോയി. ചില ആത്മാക്കൾ ഉണർത്താൻ മാത്രമേ വരുന്നുള്ളൂ, കൂടെയുണ്ടാകാനല്ല. പലപ്പോഴും ഭാര്യാഭർത്തൃബന്ധം സാമൂഹികമായി ശരിയായിരിക്കാം, പക്ഷേ ആത്മാവ് ഉള്ളിൽ നിന്ന് എതിർക്കുന്നുണ്ടാകാം. ചിലപ്പോൾ സമൂഹത്തിന്റെ കണ്ണിൽ തെറ്റായ ബന്ധങ്ങൾ ആത്മാവിന് ഏറ്റവും ശരിയായവയാകാം. അപ്പോൾ ബന്ധം ശരിയാണെന്ന് ആര് തീരുമാനിക്കും? മനസ്സോ സാഹചര്യമോ അതോ ആത്മാവോ? യോഗാനന്ദൻ പറയുന്നു, ഒരു ബന്ധം നിങ്ങളെ ഉള്ളിൽ നിന്ന് ശാന്തമാക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് അത് സ്വീകരിച്ചിരിക്കുന്നു എന്നറിയുക. ചില ബന്ധങ്ങൾ നിങ്ങളുടെ ദിശ തന്നെ മാറ്റിക്കളയുന്നു. നിങ്ങൾ ചിന്തിച്ചിരുന്ന രീതി, ജീവിച്ചിരുന്ന രീതി, കണ്ടിരുന്ന സ്വപ്നങ്ങളെല്ലാം മാറുന്നു. നിങ്ങൾ കൂടുതൽ ശാന്തനാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ വൈകാരികനാകുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എത്രത്തോളം തകരുന്നുവോ അത്രത്തോളം ഉള്ളിൽ പുതിയൊരാൾ ജനിക്കുന്നു. ഇത് ആത്മാവിന്റെ ജോലിയാണ്. ഭർത്താവെന്നോ ഭാര്യയെന്നോ നിങ്ങൾ തിരിച്ചറിയുന്ന ആ വ്യക്തി നിങ്ങളുടെ അധ്യാപകനായി വന്നതാണ്. അവർ നിങ്ങളെ നിങ്ങൾക്ക് തന്നെ പരിചയപ്പെടുത്തി തന്നു. യോഗാനന്ദൻ ഒരിക്കൽ ഒരു സാധകനോട് പറഞ്ഞു, നിന്റെ ആത്മാവിനോട് ഒരു ആത്മാവ് ബന്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ കണ്ണു ചിമ്മി അവരില്ലാതെ നിന്നെത്തന്നെ അനുഭവിക്കുക. നിങ്ങൾക്ക് അപൂർണത തോന്നുന്നുവെങ്കിൽ ആ ആത്മാവ് ഇപ്പോഴും നിങ്ങളുടെ യാത്രയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പൂർണ്ണത തോന്നുന്നുവെങ്കിൽ ആ ആത്മാവ് അതിന്റെ കടമ പൂർത്തിയാക്കിയിരിക്കാം. ചിലപ്പോൾ ബന്ധമുണ്ടാകും, പക്ഷെ കെട്ടുപാടുകളുണ്ടാവില്ല. ചിലപ്പോൾ ആത്മാവ് കൂടെയുണ്ടാകും, പക്ഷെ കൂടെ നടക്കില്ല. ഇതൊരു വൈരുദ്ധ്യമല്ല, പരമമായ സത്യമാണ്. ധ്യാനത്തിൽ നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വാക്കുകളില്ല, കേവലം കമ്പനങ്ങൾ മാത്രം. നിങ്ങളൊരു പ്രിയപ്പെട്ടവനെ ഓർക്കുമ്പോൾ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങുന്നു. ആ ആത്മാവ് അവിടെയുണ്ട്. ആരോ നിശബ്ദമായി നിങ്ങളുടെ കൂടെയിരിക്കുന്നു. നിങ്ങൾ കരയുമ്പോൾ മറ്റൊരാളുടെ ആത്മാവ് എന്തുകൊണ്ട് അസ്വസ്ഥമാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലർ നിങ്ങളുടെ മനസ്സിലുള്ളത് പറയാതെ തന്നെ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർ നിങ്ങളുടെ വേദന ഉള്ളിൽ അനുഭവിക്കുന്നത്? കാരണം ആത്മാവ് കേൾക്കുന്നുണ്ട്. അത് മൗനത്തിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഊമയായ പ്രണയത്തിന്റെ ഭാഷയാണ്. യോഗാനന്ദൻ വിവാഹത്തെ യോഗമല്ല, യജ്ഞം എന്നാണ് വിളിച്ചത്. എന്തുകൊണ്ട്? കാരണം വിവാഹം വെറുതെ ഒന്നിച്ചു വരിക എന്നതല്ല, മറിച്ച് സ്വയം ഹോമിക്കുന്ന പ്രക്രിയയാണ്. നിങ്ങൾ നിങ്ങളുടെ അഹത്തെ, നിങ്ങളുടെ പ്രതീക്ഷകളെ, നിങ്ങളുടെ പരാതികളെ പതുക്കെ പതുക്കെ യജ്ഞാഗ്നിയിൽ അർപ്പിക്കുന്നു. അവിടെ നിന്നാണ് ആത്മാക്കളുടെ മിലനം സംഭവിക്കുന്നത്.
അല്ലാതെ കേവലം താലികെട്ടിലോ ആചാരങ്ങളിലോ അല്ല. പരസ്പരം ആത്മാവിൽ ദൈവത്തെ കാണാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ വിവാഹം നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധം ആത്മീയമാണോ അതോ വെറും സാമൂഹികമാണോ എന്ന് എങ്ങനെ പരിശോധിക്കാം? യോഗാനന്ദൻ 3 അടയാളങ്ങൾ പറഞ്ഞു. 1. ശാന്തി. ആ വ്യക്തിക്കൊപ്പം ഇരിക്കുമ്പോൾ മനസ്സിൽ മൗനമുണ്ടാകുന്നു. 2. വളർച്ച. ആ ബന്ധം നിങ്ങളെ ഒരു മികച്ച മനുഷ്യനാക്കി മാറ്റുന്നു. 3. ദൈവസ്മരണ. എപ്പോഴൊക്കെ ആ വ്യക്തി കൂടെയുണ്ടോ അപ്പോഴെല്ലാം നിങ്ങളുടെ ആത്മാവ് പ്രഭുവിനെ ഓർക്കുന്നു. ഈ 3 കാര്യങ്ങളുമുണ്ടെങ്കിൽ ഈ ബന്ധം ജന്മങ്ങളായി ബന്ധിക്കപ്പെട്ടതാണെന്നും ഈ ജന്മം അതിനെ ഉണർത്താൻ വന്നതാണെന്നും മനസ്സിലാക്കുക. എന്നാൽ ആത്യന്തികമായി ഓരോ ആത്മാവിന്റെയും ലക്ഷ്യമെന്താണ്? ദമ്പതികളായി ജീവിക്കുകയോ കർമ്മങ്ങൾ നിർവഹിക്കുകയോ മാത്രമല്ല. യോഗാനന്ദൻ പറയുന്നു, ആത്മാവിന്റെ അന്തിമ ലക്ഷ്യം ഒന്നേയുള്ളൂ: ദൈവത്തിൽ ലയിക്കുക. എല്ലാ ബന്ധങ്ങളും, എല്ലാ പ്രണയവും, എല്ലാ വേർപിരിയലുകളും ആ പരമമായ മിലനത്തിനുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങളുടെ ബന്ധം നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാവിന്റെ സത്യമാണെന്ന് മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ അത് ഒരു ദിവസം തകരാനുള്ള മായയുടെ സുന്ദരമായ ഒരു സ്വപ്നം മാത്രമാണ്. വളരെ ആഴമേറിയ ഒരു ചോദ്യമുണ്ട്. ആത്മാവ് ഒരു വ്യക്തിയുമായി മാത്രമേ ബന്ധിക്കപ്പെടുന്നുള്ളൂ. വ്യത്യസ്ത ജന്മങ്ങളിൽ വ്യത്യസ്ത ആത്മാക്കളുമായി ബന്ധപ്പെടാൻ ആത്മാവിന് കഴിയുമോ? യോഗാനന്ദൻ പറയുന്നു, ആത്മാവിന്റെ ബന്ധം പരിമിതമല്ല. ഇത് ഒന്നിലധികം തവണ സംഭവിക്കാം. പക്ഷെ ഓരോ തവണയും അതിനൊരു ലക്ഷ്യമുണ്ടാകും. സോൾമേറ്റ് എന്നാൽ ആത്മാവ് ആഴമേറിയ തലത്തിൽ എന്തെങ്കിലും പഠിക്കാനോ പങ്കിടാനോ വന്ന ആളാണ്. എന്നാൽ അതിന്റെ അർത്ഥം സോൾമേറ്റ് ഒരാൾ മാത്രമേ ഉണ്ടാകൂ എന്നോ എല്ലാ ജന്മത്തിലും അതേ ആത്മാവ് തന്നെ വരുമെന്നോ അല്ല. ഓരോ ജന്മവും ആത്മാവിനെ വ്യത്യസ്ത ദിശകളിൽ വികസിപ്പിക്കുന്നു. ചിലപ്പോൾ ഒരു ആത്മാവ് നിങ്ങളെ സ്നേഹം പഠിപ്പിക്കാൻ വരുന്നു, മറ്റൊരാത്മാവ് നിങ്ങളെ ഉപേക്ഷിച്ചു പോകാൻ പഠിപ്പിക്കുന്നു. രണ്ടുപേരും സോൾമേറ്റുകളാകാം, ഒരാൾ കൂട്ടിയിണക്കുന്നവനും ഒരാൾ തകർക്കുന്നവനും. പലരും ചോദിക്കാറുണ്ട്, എല്ലാ ആത്മാക്കൾക്കും സോൾമേറ്റിനെ ലഭിക്കൽ നിർബന്ധമാണോ എന്ന്. യോഗാനന്ദൻ പറയുന്നു, അല്ല. ആത്മാവ് സ്വയം പൂർണ്ണമാണ്. സോൾമേറ്റിനെ ലഭിച്ചാൽ നല്ലത്, ലഭിച്ചില്ലെങ്കിലും ആത്മാവിന് തനിയെ പരമാത്മാവിലേക്ക് പോകാം. സോൾമേറ്റ് ഒരു അവസരമാണ്, പക്ഷേ അത്യാവശ്യമല്ല. നദിക്ക് കടലിലെത്തണം. ചിലപ്പോൾ അത് മറ്റൊരു നദിയുമായി ചേരുന്നു, ചിലപ്പോൾ തനിയെ ഒഴുകുന്നു. ഇതാണ് ആത്മാവിന്റെയും വഴി. നിങ്ങൾക്ക് ഒരു ജീവിത പങ്കാളിയുണ്ടെങ്കിൽ അവരെ ആത്മാവിന്റെ വളർച്ചയ്ക്കുള്ള മാർഗമാക്കുക. ഇല്ലെങ്കിൽ നിങ്ങളെത്തന്നെ ആത്മസംഖ്യയാക്കുക. കാരണം ഏറ്റവും വലിയ സോൾമേറ്റ് നിങ്ങളുടെ സ്വന്തം ആത്മാവ് തന്നെയാണ്. പലരും ജീവിതകാലം മുഴുവൻ ഒരു സോൾമേറ്റിനായി തിരച്ചിൽ നടത്തുന്നു. പക്ഷെ ആ ആത്മാവ് എപ്പോഴും ലഭിക്കുമോ? യോഗാനന്ദൻ വ്യക്തമാക്കുന്നു, നിങ്ങളുടെ ആത്മാവ് തയ്യാറാകുമ്പോൾ മാത്രമേ നിങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ട ആ ആത്മാവ് മുന്നിൽ വരൂ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ദേഷ്യവും പ്രതീക്ഷകളും ഉണ്ടെങ്കിൽ സോൾമേറ്റല്ല, മറിച്ച് പാഠം പഠിപ്പിക്കുന്ന ആളുകൾ മാത്രമേ വരൂ. നിങ്ങൾ ഉള്ളിൽ നിന്ന് ശുദ്ധമാകുമ്പോൾ വർഷങ്ങളായി നിങ്ങളുടെ യാത്രയിലുണ്ടായിരുന്ന ആ ആത്മാവ് പ്രത്യക്ഷപ്പെടും. അതിനാൽ സോൾമേറ്റിനെ കണ്ടെത്തുക എന്നത് മറ്റൊരാളെ തിരയുന്നതല്ല, മറിച്ച് നിങ്ങളെത്തന്നെ കണ്ടെത്തുന്നതാണ്. യോഗാനന്ദന്റെ ഏറ്റവും സുന്ദരമായ വാചകം ഇതായിരുന്നു, ഓരോ ആത്മാവിന്റെയും അന്തിമ വിവാഹം ദൈവത്തോടാണ്. ഭാര്യാഭർത്തൃബന്ധങ്ങൾ, പ്രണയാനുഭവങ്ങൾ, സോൾമേറ്റിനായുള്ള തിരച്ചിൽ, ഇതെല്ലാം ആ ആത്യന്തിക മിലനത്തിനുള്ള തയ്യാറെടുപ്പാണ്. അവിടെ ആത്മാവ് ദൈവത്തിൽ ലയിക്കുന്നു. അവിടെ പ്രതീക്ഷകളില്ല, ദൂരമില്ല, വേർപിരിയലില്ല, സംഘർഷമില്ല, പൂർണ്ണത മാത്രം. അതുകൊണ്ടാണ് യോഗാനന്ദൻ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തത്. അദ്ദേഹം ആത്മാവിനെ നേരിട്ട് ദൈവവുമായി ബന്ധിപ്പിച്ചു. എന്നാൽ അദ്ദേഹം മറ്റുള്ളവരുടെ വൈവാഹിക ബന്ധങ്ങളെ ഒരിക്കലും കുറച്ചു കണ്ടില്ല. പകരം അവയെ ആത്മാവിന്റെ വളർച്ചയ്ക്കുള്ള ഏറ്റവും ശക്തമായ മാർഗമായി അദ്ദേഹം വിശേഷിപ്പിച്ചു. സങ്കൽപ്പിച്ചു നോക്കൂ, ഭാര്യാഭർത്താക്കന്മാർ രാവിലെ ഒന്നിച്ചിരുന്ന് ധ്യാനിക്കുന്നു. പരസ്പരം ആത്മാവിനെ മൗനത്തിൽ കാണുന്നു. യുക്തികളില്ല, പ്രതീക്ഷകളില്ല, വെറും മൗനം. ഇതൊരു സങ്കല്പമാണോ? അല്ല, ഇതാണ് യോഗം. യോഗാനന്ദൻ പഠിപ്പിച്ച വിവാഹം ഇതാണ്. അവിടെ 2 ആത്മാക്കൾ ചേർന്ന് ഒരു ക്ഷേത്രമായി മാറുന്നു. അവിടെ പ്രണയം പൂജയായും മൗനം മന്ത്രമായും മാറുന്നു. ഇന്ന് നിങ്ങളുടെ വൈവാഹിക ജീവിതം സംഘർഷങ്ങൾ നിറഞ്ഞതാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഇത് ആത്മാവിന്റെ പരീക്ഷണമല്ല, ആത്മാവിന്റെ ശുദ്ധീകരണമാണ്. ഓരോ വഴക്കും, ഓരോ മൗനവും, ഓരോ തകർച്ചയും നിങ്ങളുടെ ഉള്ളിൽ എന്തോ തുറക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സംഘർഷം ഏതോ പഴയ ജന്മത്തിന്റെ ഉത്തരമായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിന്റെ വിത്തായിരിക്കാം. മീനലിന്റെയും ഭർത്താവിന്റെയും കഥ പോലെ അവിടെ പ്രണയമുണ്ടായിരുന്നില്ലെങ്കിലും ആത്മാവിന്റെ കരുണയുണ്ടായിരുന്നു. കാരണം ആത്മാവിന്റെ പ്രണയം ഒരിക്കലും നിബന്ധനകളുള്ളതല്ല. ചിലപ്പോൾ നിങ്ങളുടെ ജോലി ഒരു ആത്മാവിന് പ്രണയം നൽകി അവരെ മോചിപ്പിക്കുക എന്നതായിരിക്കും. കെട്ടിയിടാനോ പിടിച്ചുവെക്കാനോ അല്ല, വെറുതെ സ്നേഹിക്കുക, പോകാൻ അനുവദിക്കുക. യോഗാനന്ദൻ പറഞ്ഞു, ഒരു ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രണയം. ആ ആത്മാവ് നിങ്ങളെ വിട്ടുപോയാൽ പോലും, നിങ്ങളുടെ പങ്കാളി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധം തകർന്നിട്ടുണ്ടെങ്കിൽ ആ പ്രണയം വെറുതെയായില്ല.
അത് ആത്മാവിനെ സ്പർശിച്ചിട്ടുണ്ട്. ആ സ്പർശനത്തിന്റെ സ്മരണ ജന്മങ്ങളോളം കൂടെയുണ്ടാകും. പലരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്, അടുത്ത ജന്മത്തിൽ ഞാൻ വീണ്ടും അതേ ആത്മാവിനെ കാണുമോ? യോഗാനന്ദൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയും, ആ ആത്മാവും നിന്നെ തിരയുന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണും. ആ ആത്മാവ് മോചിപ്പിക്കപ്പെട്ടെങ്കിൽ നിന്റെ ആത്മാവിന് പുതിയൊരു ദിശ ലഭിക്കും. എല്ലാ ബന്ധങ്ങളും ഒന്നിച്ചു ചേരാനുള്ളതല്ല, ചിലത് ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ ഓരോ ആത്മാവും തന്റെ ആത്മീയ പങ്കാളിയെ തിരിച്ചറിയുന്നു. ചിലപ്പോൾ സ്വപ്നത്തിൽ, ചിലപ്പോൾ കണ്ണുകളിൽ, ചിലപ്പോൾ ധ്യാനത്തിൽ. ഇപ്പോൾ അവസാനം നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് എന്റെ ബന്ധത്തെ ഒരു ആത്മീയ സാധനയാക്കി മാറ്റാൻ കഴിയുമോ? ഈ ബന്ധത്തിലൂടെ എനിക്ക് ദൈവത്തെ കാണാൻ കഴിയുമോ? എന്റെ ജീവിത പങ്കാളിയുടെ ആത്മാവിനെ ഒരു അധ്യാപകനായും ഒരു കണ്ണാടിയായും ഒരു വഴികാട്ടിയായും കാണാൻ എനിക്ക് കഴിയുമോ? എങ്കിൽ വിവാഹം വെറുമൊരു ബന്ധനമല്ല, അതൊരു മോക്ഷമായി മാറും. അതിന് കഴിഞ്ഞില്ലെങ്കിലും ഈ ജീവിതം നിങ്ങളെ എന്തോ പഠിപ്പിച്ച് ആത്മാവിനെ അടുത്ത ഘട്ടത്തിനായി തയ്യാറാക്കും. കഴിഞ്ഞ ജന്മത്തിലെ ബന്ധങ്ങൾ, സോളമേറ്റ്, ഭാര്യാഭർത്താക്കന്മാരുടെ ആത്മീയ ബന്ധം, ഇതെല്ലാം സുന്ദരമാണ്. എന്നാൽ ഇതിനെല്ലാം മുകളിലാണ് ദൈവവുമായുള്ള ആത്മാവിന്റെ വിവാഹം. ഓരോ ബന്ധവും, ഓരോ പ്രണയവും, ഓരോ വേർപിരിയലും ഒരേ ദിശയിലേക്കാണ് പോകുന്നത്. അവിടെ ആത്മാവ് പൂർണ്ണമാകുന്നു. അതിനാൽ ഇനി നിങ്ങളുടെ ജീവിത പങ്കാളിയെ നോക്കുമ്പോൾ ഒരു ചോദ്യം തീർച്ചയായും ചോദിക്കുക, എനിക്ക് ഇവരുടെ ആത്മാവിനെ കാണാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ അവരെ മൗനത്തിൽ അനുഭവിക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ആത്മാവ് ആ ആത്മാവുമായി നേരത്തെ തന്നെ ബന്ധിക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ അടുത്ത ജന്മത്തിൽ വീണ്ടും ബന്ധിക്കപ്പെടും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ദൈവവുമായി ബന്ധപ്പെടാൻ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിലാക്കാൻ ഇത്തരം ആത്മീയവും പ്രചോദനാത്മകവുമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക. അതുവഴി ഞങ്ങളുടെ ഓരോ പുതിയ വീഡിയോയുടെയും അറിയിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ഷെയർ ചെയ്യുക. അവരും ഈ ആത്മീയ യാത്രയുടെ ഭാഗമാകട്ടെ. വരൂ, നമുക്കൊന്നിച്ച് പ്രണയത്തിന്റെയും ആത്മബോധത്തിന്റെയും ഈ യാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാം. നന്ദി.